നമസ്കാരം. 5ാം ക്ലാസ്സിലെ എൻ്റെ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും ഇൻഫോമിററിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് ചാപ്റ്റേഴ്സാണ്. യൂണിറ്റ് 5 നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഇനി ആ യൂണിറ്റ് 5-നകത്ത് ഒന്നാമത്തെ ചാപ്റ്റർ സീഡ് ആൻഡ് സോയിലിൻ്റെ ചാപ്റ്റർ എടുത്തു. സൈഡിലെ ക്വസ്റ്റ്യൻസ് തന്നു. ഇനിയുള്ളത് ആക്ടിവിറ്റിയാണ്. താൻ നോക്കിയോ, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആക്ടിവിറ്റിയാണ് എടുക്കുന്നത്. ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും കേട്ടോ. നോക്കൂ മക്കളെ, ആക്ടിവിറ്റി 1. Look at the following sentence. തന്നിരിക്കുന്ന സെൻറ്റൻസ് നോക്കൂ. പാറു left her grandmother very much and called her എച്ചുവമ്മ. പാറുവിന് അവളുടെ ഗ്രാൻഡ് മദറിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവൾ ഗ്രാൻഡ് മദറിനെ എന്ത് വിളിച്ചു? എച്ചുവമ്മ എന്ന് വിളിച്ചു. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദി അണ്ടർലൈൻഡ് വേർഡ്? അണ്ടർലൈൻഡ് വേർഡ് ഏതാണ്? ഗ്രാൻഡ് മദർ. അതിന് വല്ല പ്രത്യേകതയും ഉണ്ടോ? ലെറ്റ് us see. നമുക്ക് നോക്കാം. ഗ്രാൻഡ് മദർ 2 വാക്കുകളാണ്. അത് രണ്ടും കൂടി ചേർന്നപ്പോൾ ഗ്രാൻഡ് മദർ എന്ന പുതിയൊരു വാക്ക് കിട്ടി. ചൂസ് 2 appropriate pictures to get single meaningful words. നോക്കൂ മക്കളെ, ഇവിടെ സൺ, സ്റ്റാർ, ബാഗ്, ഫിഷ്, ഹാൻഡ്, ഫ്ലവർ. ഇതെല്ലാം ഓരോ വാക്കുകളല്ലേ. ഇതിൽ ഈ സണ്ണിൻ്റെ കൂടെ മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അത് മാച്ച് ചെയ്തൊരു പുതിയ വാക്കുണ്ടോ എന്ന് നോക്കണം. പുതിയ വാക്ക് നിങ്ങൾ കണ്ടുപിടിക്കേണ്ട, അർത്ഥമുള്ള ഒരു വാക്ക് ഉണ്ടെങ്കിൽ എഴുതിയാൽ മതി. നോക്കൂ, ഇതാ ഇവിടെ സണ്ണിൻ്റെ കൂടെ എന്ത് ചേരും? ഫ്ലവർ ചേരില്ലേ? സൺഫ്ലവർ. അപ്പോൾ നമുക്കൊരു വാക്ക് കിട്ടിയില്ലേ? അത് ശരിക്കും ഉള്ള വാക്കാണ്. അതുപോലെ നോക്കൂ, സ്റ്റാറിൻ്റെ കൂടെ ബാഗ് ചേരുമോ? പിന്നെ ഫിഷ് ചേരുമോ? ഹാൻഡ് ചേരുമോ? എന്താ ചേരുന്നത്? സ്റ്റാർ ഫിഷ് അല്ലേ? അതൊരു ഫിഷിൻ്റെ പേരല്ലേ? ഇനി എന്താണ്? ബാഗ് നോക്കൂ, ബാഗിൻ്റെ കൂടെ ചേരുന്നത് വല്ലതും ഉണ്ടോ? അങ്ങനല്ല, ഹാൻഡിൻ്റെ കൂടെ ചേരുന്ന ബാഗുണ്ട്, ഹാൻഡ് ബാഗ് ഇല്ലേ? അപ്പോൾ 3 വാക്ക് കിട്ടിയില്ലേ? അങ്ങനെ അർത്ഥമുള്ള 2 വാക്കുകൾ ചേർത്ത് പുതിയൊരു വാക്ക് കിട്ടും. അതാണ് നമ്മളിവിടെ ചെയ്തത് കേട്ടോ. ആക്ടിവിറ്റി 2 നോക്കൂ മക്കളെ. കംപ്ലീറ്റ് ദ ക്വസ്റ്റ്യൻസ് യൂസിങ് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. കണ്ടോ, ബ്രാക്കറ്റിൽ തന്നിരിക്കുന്ന വേർഡ്സ് വെച്ചിട്ട് ഈ ക്വസ്റ്റ്യൻസ് താഴെ 3-4 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. Complete the questions using the words given in brackets. Write the answers after reading the text. ക്വസ്റ്റ്യൻ എഴുതിയാൽ മാത്രം മതിയോ? ഇല്ല, ആൻസറും കൂടി എഴുതണം. ആൻസർ എവിടെ ഉണ്ട്? നമ്മളിപ്പോഴല്ലേ പാഠം അങ്ങോട്ട് പഠിച്ചത്. അതിലെന്തുണ്ട്? ആൻസറുണ്ട്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വേർ ഡിഡ് പാറു ലിവ്? പാറു എവിടെയാണ് ജീവിക്കുന്നത്? പാറു ലിവ്ഡ് ഇൻ എ റിമോട്ട് വില്ലേജ്. ഒരു റിമോട്ടായിട്ടുള്ള എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഈ പറയത്തില് കുറച്ച് ഉള്ളിലുള്ള വില്ലേജിലാണ് താമസിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ മക്കളെ. വാട്ട് വാസ് പാറൂസ് റിയൽ നെയിം? പാറുവിൻ്റെ റിയൽ നെയിം, യഥാർത്ഥ പേര് വാട്ട്, എന്ത്, അതാണ് അവിടെ ക്വസ്റ്റ്യൻ. പാറൂസ് റിയൽ നെയിം വാസ് പാർവതി. ആൻസർ. ഇനി ഡാഷ് അഡ്വൈസ്ഡ് പാറു ടു റിട്ടേൺ ഹോം. വീട്ടിലേക്ക് തിരിച്ചു പോകാൻ അവളെ ആരുപദേശിച്ചു? ആര്? എന്താണ്? ഹൂ. ആൻസർ എന്താണ് അപ്പോൾ? ഗ്രാൻഡ് മദർ അഡ്വൈസ്ഡ് പാറു ടു റിട്ടേൺ ഹോം. അടുത്തത്, ഡാഷ് ഡിഡ് പാറു ലുക്ക് ബാക്ക് ടുവേർഡ്സ് ഹർ ഹോം. തിരിച്ച് എന്തിനാണ് വീട്ടിലേക്ക് തിരിച്ച് പാറു നോക്കിയത്? എന്തിന്? വൈ ഡിഡ് പാറു ലുക്ക് ബാക്ക് ടുവേർഡ്സ് ഹർ ഹോം? ആൻസർ എന്താണ്? പാറു ലുക്ക്ഡ് ബാക്ക് ടുവേർഡ്സ് ഹർ ഹോം വണ്ടറിങ് ഇഫ് ഹർ ഫാദർ ഹാഡ് റിട്ടേൺഡ്. അച്ഛൻ വരുന്നുണ്ടോ എന്ന് നോക്കിയില്ലേ? അതാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ. ആക്ടിവിറ്റി 3 നോക്കൂ. റീഡ് ദ ഫോളോയിങ് പാരഗ്രാഫ് ആൻഡ് കംപ്ലീറ്റ് ഇറ്റ് യൂസിങ് ദ കറക്റ്റ് ഫോം ഓഫ് വേർഡ്സ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. കൊച്ചുനാൾ തൊട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇല്ലയോ? നിങ്ങൾ കുഞ്ഞി പിള്ളേരാണല്ലോ, 5ൽ പഠിക്കുന്ന പിള്ളേരാണ്. ഓക്കെ, അപ്പോൾ കുഞ്ഞു മക്കളെ ഒന്നുകൂടെ കേട്ടോ. നമുക്ക് വേർഡ്സ്, വെർബ് എന്ന് പറയും, ക്രിയ. എന്താണ്? ചെയ്യുന്ന പ്രവൃത്തി. അതിന് 3 ഫോമുണ്ട്. എന്തൊക്കെയാണത്? V1, V2, V3 നമ്മൾ പറയും. എന്തൊക്കെയാണ്? പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ ആണോ? അല്ല, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അങ്ങനെ 3 എണ്ണം. ഒരു ഉദാഹരണം പറഞ്ഞേ. എന്താണ്? വോണ്ട്, വാണ്ട്, ആവശ്യം. വാണ്ടഡ്, വാണ്ടഡ്, അതാണ് V2ഉം V3യും. പിന്നെ ഗോ, അത് പ്രത്യേക രീതിയിലാണ്. V2 എന്താണ്? വെൻറ്റ്, V3 ഗോൺ. അങ്ങനെയുള്ളത് അതൊന്ന് പഠിച്ച് വെക്കണം, എന്നാലേ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റൂ കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ. അത് നമുക്കറിയണം. ഏത് ടെൻസിൽ ഏത് വരും എന്നറിയണം. അതാണ് ക്വസ്റ്റ്യൻ. നോക്കൂ, ജിമ്മി ആൻഡ് പിങ്കി വെയർ ഗുഡ് ഫ്രണ്ട്സ്. ജിമ്മിയും പിങ്കിയും ഗുഡ് ഫ്രണ്ട്സ് ആയിരുന്നു. വൺ ഡേ ദേ വെയർ പ്ലേയിങ് അണ്ടർ എ ബിഗ് മാംഗോ ട്രീ. ഒരു വലിയ മാംഗോ ട്രീയുടെ താഴെ നിന്ന് അവർ കളിക്കുകയായിരുന്നു. ദേ ഹേർഡ് എ സ്ക്വീക്കിംഗ് സൗണ്ട് ഫ്രം സംവെയർ. എന്തോ ഒരു സ്ക്വീക്കിംഗ് സൗണ്ട് എവിടെ നിന്നോ അവർ കേട്ടു.
ജിമ്മി ലുക്ക് ബ്രാക്കറ്റിലുണ്ട്, ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. ലുക്ഡ് അപ്പ്, മുകളിലേക്ക് നോക്കി. അപ്പോൾ ലുക്ഡ് എന്ന് പറയുമ്പോൾ നോക്കി, പാസ്റ്റ്, കഴിഞ്ഞു പോയ കാര്യം. അപ്പോൾ ഈ തന്നിരിക്കുന്നത് കഴിഞ്ഞു പോയ കാര്യത്തിനെ പറ്റിയിട്ടാണ്. അപ്പം ഉറപ്പായും ഇനി വരുന്ന വെർബുകൾ ഒരുവിധം എല്ലാം എന്ത് തന്നെ ആയിരിക്കും? V2 പാസ്റ്റിൽ തന്നെ ആയിരിക്കും. അത്രയും മനസ്സിലാക്കിയാൽ ഇനി നമുക്ക് എഴുതാം. ഹി സോ എ സ്ക്വിറൽ ഗ്രീഡ്ലി ഈറ്റിംഗ് അപ്പ് റൈപ്പ് മാംഗോ. എന്ത് കണ്ടു? ഒരു സ്ക്വിറൽ, ആരാ? അണ്ണൻ. ഗ്രീഡ്ലി, ആർത്തിയോടെ എന്ത് ചെയ്യുവാണ്? ആ ഒരു മാംഗോ ഇങ്ങനെ കഴിക്കുകയാണ്. ഓ റൈപ്പ് മാംഗോസോ, നല്ല പഴുത്ത മാങ്ങകൾ. ജിമ്മി കോൾഡ് ഔട്ട് ലൗഡ്ലി. ജിമ്മി എന്ത് ചെയ്തു? ഉറക്കെ വിളിച്ച് പറഞ്ഞു. പിങ്കി റിക്വസ്റ്റ്, എന്താണ് പാസ്റ്റ് എന്ന്? ഏതാണ്? റിക്വസ്റ്റ് V1 ആണ്. V2 ഏതാണ്? പാസ്റ്റ് ഏതാണ്? റിക്വസ്റ്റഡ്. പിങ്കി റിക്വസ്റ്റഡ് ജിമ്മി ടു ഗെറ്റ് ദ റൈപ്പ് മാംഗോസ്. എന്താണ്? എനിക്കും കൂടെ ഞിപിച്ചിക്കോ എന്ന് പറഞ്ഞ് ആര് വിളിച്ചു? പിങ്കി വിളിച്ച് പറഞ്ഞു. എന്ത് വേണം? മാങ്ങ വേണം. ജിമ്മി പിക്ക്, കഴിഞ്ഞ കാര്യം പറയൂ. പിക്കിൻ്റെ V2 എന്താ മക്കളെ? V2 പിക്ഡ്. ജിമ്മി പിക്ഡ് അപ്പ് സം ഷാർപ്പ് സ്റ്റോൺസ് ഫ്രം ദ ഗ്രൗണ്ട് ആൻഡ് സ്റ്റാർട്ടഡ് ത്രോയിങ് ദം അപ്പ് അറ്റ് ദി മാംഗോസ്. അപ്പം എന്ത് ചെയ്തു അവൻ? ജിമ്മി താഴെ നിന്ന് നല്ല കല്ലുകളൊക്കെ പറക്കി ആ മാങ്ങയിലോട്ട് എറിയാനായിട്ട് തുടങ്ങി. A big ripe mango fell on the ground. ഒരു വലിയ പഴുത്ത മാങ്ങ താഴെ വന്നങ്ങ് വീണു. പിങ്കി ആൻഡ് ജിമ്മി റാൻ ഫാസ്റ്റ് ടു പിക്ക് ദ മാംഗോ. പിങ്കി ജിമ്മിയും കൂടെ ഓടി. എന്തിനാ? മാംഗോ എടുക്കാനായിട്ട്. വൈൽ റണ്ണിങ് പിങ്കി പുഷ്, എന്താണ്? പുഷ്ഡ് ജിമ്മി ആൻഡ് സ്നാച്ച് ദി മാംഗോ. അപ്പം ഓടി വന്ന് പിങ്കി എന്ത് ചെയ്തു? ജിമ്മിയെ പുഷ് ചെയ്തിട്ട് എന്തെടുത്തു? മാംഗോ അങ്ങ് എടുത്തു. പോർ ജിമ്മി, പാവം ജിമ്മി. ഹീ ഡിഡ്ന്റ് ഗെറ്റ് ദ മാംഗോ, അവന് മാംഗോ കിട്ടിയില്ല. ഓൺ സീയിങ് ജിമ്മി സാഡ് ഫേസ് പിങ്കി ഷെയർഡ് ദി മാംഗോ വിത്ത് ഹിം. ശരിക്കും എറിഞ്ഞിട്ട് ആൾക്ക് കൊടുക്കണ്ടേ? അപ്പോൾ അവൻ്റെ വിഷമം കണ്ടപ്പോൾ പിങ്കി എന്ത് ചെയ്തു? മാംഗോ അവനുമായിട്ട് ഷെയർ ചെയ്തു. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? നല്ല കുട്ടികൾ. ഇനി ആക്ടിവിറ്റി 4, വേൾഡ് ഫാമേഴ്സ് ഡേ. ലോകത്തിലുള്ള കർഷകർക്കൊരു ദിവസം എന്നാണ് മക്കളെ? മെയ് 14 ഹാസ് അറൈവ്ഡ്, അത് വന്നു. പാറു ചിന്തിച്ചു. ഐ വാസ് സർപ്രൈസ് മൈ ഗ്രാൻഡ്മ. എനിക്ക് എൻ്റെ ഗ്രാൻഡ്മയെ ഒന്ന് സർപ്രൈസ് ചെയ്യണം. ഗ്രാൻഡ്മ എന്താണ്? ഫാമറാണല്ലേ. ഗ്രീറ്റിംഗ് കാർഡ്, ഒരു ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാം. ലെറ്റ് us ഹെൽപ്പ് പാറു മേക്ക് ദ ഗ്രീറ്റിംഗ് കാർഡ്. നമുക്ക് പാറുവിനെ ഒന്ന് സഹായിക്കാം. എന്തിനാണ്? ഈ ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് പാറുവിനെ ഒന്ന് സഹായിക്കാം. എന്തൊക്കെ എഴുതാം? എന്തെല്ലാം എഴുതാം? നമുക്ക് വേണമെങ്കിൽ യു ആർ, എന്തൊക്കെ കുറേ വാക്കുകൾ. ഡിയർ ഗ്രാൻഡ്മ, യു ആർ മൈ ഇൻസ്പിറേഷൻ, കീപ് ഗോയിങ് ഡിയർ ഫാമർ, ഐ ആം യുവർ നേച്ചേഴ്സ് ഗേൾ എന്നൊക്കെ പറഞ്ഞ് പല രീതിയിൽ എഴുതാം. എന്നിട്ട് വേണമെങ്കിൽ എന്തും എഴുതാം. നമുക്കൊരു പാട്ട് വേണമെങ്കിലും പാടി എഴുതാം അല്ലേ? ഇവിടെ നമുക്കൊരെണ്ണം അങ്ങനെ എഴുതാം. ഹാപ്പി വേൾഡ് ഫാമേഴ്സ് ഡേ എച്ചുവമ്മ എന്ന് പറഞ്ഞിട്ട്, ഡിയർ എച്ചുവമ്മ, താങ്ക് യു ഫോർ ടേക്കിംഗ് മീ ടു ദ ഫീൽഡ്സ്. എന്നെ ഫീൽഡിൽ കൊണ്ടുപോയതിൽ താങ്ക് യു പറയാം. യു ടോട്ട് മീ ടു ലവ് നേച്ചർ ആൻഡ് റെസ്പെക്ട് ഫാമേഴ്സ്. എന്താണ്? നിങ്ങളാണ് എന്നെ എന്ത് പഠിപ്പിച്ചത്? നേച്ചറിനെ സ്നേഹിക്കാനും ഫാമേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യാനും ഒക്കെ നിങ്ങളാണ് എന്നെ പഠിപ്പിച്ചത്. ഐ വിൽ ഓൾവേസ് റിമെമ്പർ യുവർ വേർഡ്സ്. ഞാൻ എന്നും നിങ്ങളുടെ വാക്കുകൾ ഓർക്കും. ഐ ലവ് യു സോ മച്ച് വിത്ത് ലവ് പാറു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വേണമെങ്കിൽ എന്തും ചേർക്കാം. കുറച്ച് വാക്കുകൾ, കുറച്ച് പാട്ടുകൾ കൂടെ വേണമെങ്കിൽ ചേർക്കാം. വേണോ? അല്ലെങ്കിൽ വേണ്ട, നമുക്ക് ഇത്രയും പോരെ. നിങ്ങൾ കുഞ്ഞു പിള്ളേരല്ലേ, നിങ്ങൾ ഇനി അതിനകത്ത് കിടന്ന് കവിതയൊന്നും എഴുതണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ യു ആർ മൈ ഇൻസ്പിറേഷൻ, കീപ് ഗോയിങ് ഡിയർ ഫാമർ, ഐ ആം യുവർ നേച്ചേഴ്സ് ഗേൾ എന്നൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അതും കൂടെ ഒക്കെ താഴെ എഴുതി വെക്കാം. എത്രയൊക്കെ മതി കേട്ടോ. ആക്ടിവിറ്റി 5 നോക്കൂ. പാറു ആൻഡ് ഹർ ഗ്രാൻഡ് മദർ വെയർ ഇൻ ദെയർ പാഡി ഫീൽഡ്. പാറു ഗ്രാൻഡ് മദറും എവിടെയായിരുന്നു? അവരുടെ പാഡി ഫീൽഡിലായിരുന്നു. യു ഹാവ് സീൻ സച്ച് പാഡി ഫീൽഡ്സ് ഹാവൻറ്റ് യു? അങ്ങനത്തെ പാഡി ഫീൽഡ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? ഉണ്ട്. ഡ്രോ എ പിക്ചർ ഓഫ് എ പാഡി ഫീൽഡ് ഇൻ യുവർ നോട്ട്ബുക്ക്. നോട്ട്ബുക്കിൽ ഒരു പാഡി ഫീൽഡിൻ്റെ പടം നിങ്ങൾ വരയ്ക്കണം. റൈറ്റ് എ ഫ്യൂ സെൻറ്റൻസസ് അബൌട്ട് ഇറ്റ്. എന്നിട്ട് എന്തും വേണം? അതിനെ പറ്റിയിട്ട് കുറച്ച് വാക്കുകളും എഴുതണം. ഒരു പാഡി ഫീൽഡിനെ പറ്റിയിട്ട്. അപ്പം നിങ്ങൾ കാണുന്ന കാഴ്ചയിൽ പാഡി ഫീൽഡ് എങ്ങനെയാണ്? കുറച്ച് മതി. എൻ്റെ കുഞ്ഞി പിള്ളേരായതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ നോക്കൂ മക്കളെ, ഗ്രീൻ പാഡി പ്ലാന്റ്സ് ഗ്രോ ഇൻ നീറ്റ് റോസ് അല്ലേ? റോയിൽ നീറ്റായിട്ട് എന്തുണ്ട്? പാഡി പ്ലാന്റ് ഇങ്ങനെ കിളിച്ച് നിൽക്കുന്നു. സ്വേയിങ് ജെന്റ്ലി ഇൻ ദ ബ്രീസ്, കാറ്റത്തിങ്ങനെ പതുക്കെ ആടുന്നു. ബേർഡ്സ്, ഇൻസെക്ട്സ് ആൻഡ് ഫ്രോഗ്സ് ത്രൈവ് ഇൻ ദ ഫീൽഡ്.
ബേർഡ്സും ഇൻസെക്ട്സും ഫ്രോക്സും ഒക്കെ അവിടെ ചാടി, മേക്കിംഗ് ഇറ്റ് ലൈവ്ലി ആൻഡ് ഫുൾ ഓഫ് സൗണ്ട്സ്. അത് അവരെയൊക്കെ വരുമ്പോഴല്ലേ അത് ഭയങ്കര ചിയർഫുള്ളാവും, അവിടെ ഒരു ജീവനുള്ളതാവും. ഇത് മാത്രം നിന്ന് അങ്ങനെ തലയാട്ടിയാൽ മതിയോ? പോരാ. ദ ഫീൽഡ് ഈസ് എ സിംബൽ ഓഫ് ഹാർഡ് വർക്ക് ആൻഡ് ദ ക്ലോസ് കണക്ഷൻ ബിറ്റ്വീൻ ഫാർമേഴ്സ് ആൻഡ് നേച്ചർ. വേണമെങ്കിൽ ഇവിടെ ഫാർമർ നിൽക്കുന്നു എന്നൊക്കെ നമുക്ക് പറയാം. കുറേ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നിന്ന് അതൊക്കെ നടുന്നു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇച്ചിരി അല്ലേ ഉള്ളെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞത് കേട്ടോ. ദ ഫീൽഡ് ഈസ് എ സിംബൽ ഓഫ് ഹാർഡ് വർക്ക് അല്ലേ, ഹാർഡ് വർക്കിൻ്റെ സിംബലാണ്. ആൻഡ് ദ ക്ലോസ് കണക്ഷൻ ബിറ്റ്വീൻ ഫാമേഴ്സ് ആൻഡ് നേച്ചർ. പിന്നെ എന്തുമാണ്? നേച്ചറും ഫാമേഴ്സും തമ്മിലുള്ള കണക്ഷനുമാണ് ഈ ഫീൽഡ് എന്ന് പറയുന്നത്. അത്രയൊക്കെ മതി കേട്ടോ. ആക്ടിവിറ്റി 6 നോക്കൂ. എച്ചു അമ്മ എൻജോയ്ഡ് ദ ബ്യൂട്ടി ഓഫ് ദ ഗ്രീൻ പാഡി ഫീൽഡ്. ഷീ ഹെൽഡ് ദ ഗ്രീൻ പാഡി പ്ലാന്റ്സ് ക്ലോസ്ഡ് ഹെർ ചെസ്റ്റ് ആൻഡ് സ്റ്റാർട്ടഡ് സിംഗിങ് എ ബ്യൂട്ടിഫുൾ ഫ്ലോക്ക് സോങ്. കണ്ടോ, അവരതൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് പാഡിയുടെ ഒരു കെട്ടെടുത്ത് ഇങ്ങനെ നെഞ്ചത്തോട്ട് വെച്ചൊരു പാട്ട് പാടിയെന്ന് പറഞ്ഞില്ലേ? ആ പാട്ടാണ് ദാ ഇവിടെ തന്നിട്ടുള്ളത്. റീഡ് ദ സോങ് ആൻഡ് ആഡ് മോർ ലൈൻസ് ടു ഇറ്റ്. അതുകൊണ്ട് അവിടെ ഒരു 4 വരി നമ്മൾ എഴുതണം, ബാക്കി അവർ തന്നിട്ടുണ്ട്. വി ആർ ഫാമേഴ്സ് ഓൺ ദിസ് ലാൻഡ്, വി പ്ലോ ദി സോയിൽ, വി ടിൽ ദി സോയിൽ, വി സോ ദി സീഡ്സ്, വി സീ ദം ഗ്രോ, വി ആർ ഹാപ്പി ഇൻ ദിസ് വേൾഡ്. അത്രയും അവർ തന്നു. ഇനി വി ആർ ഫാമേഴ്സ് ഓൺ ദിസ് ലാൻഡ്, വി വാട്ടർ ദി പ്ലാന്റ്സ്, വി റെസ്റ്റ് ദം ബ്ലൂം, വി വർക്ക് വിത്ത് ലവ് ബിനീത്ത് ദി സൺ. പിന്നെ വി ആർ ഹാപ്പി ഇൻ ദിസ് വേൾഡ്, വി ആർ ഫാമേഴ്സ് ഓൺ ദിസ് ലാൻഡ്. പിന്നെ വി ആർ ഫാമേഴ്സ് ഓൺ ദിസ് ലാൻഡ്, വി ഗ്യാദർ ദി ക്രോപ്സ്, വി ഫീൽ ദി പ്രൈഡ്, വി ഫീഡ് ദ വേൾഡ് വിത്ത് വാട്ട് വി ഗ്രോ, വി ആർ ഹാപ്പി ഇൻ ദിസ് ലാൻഡ്. അത്രയേ നമുക്കിവിടെ ഈ വി ആർ ഹാപ്പി ഇൻ ദിസ് വേൾഡ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ, നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു എന്നാണ് അവിടെ പറഞ്ഞത്. നമ്മൾ പിന്നെ ചെടികൾക്ക് വെള്ളം ഒഴിക്കുന്നു, അത് കിളിക്കുന്നത് കാണുന്നു, നമ്മൾ സന്തോഷത്തോടെ ജോലി ചെയ്യുന്നു ഈ സൂര്യൻ്റെ താഴെ എന്നാണ് പറഞ്ഞത് ആദ്യം. പിന്നെന്താണ്, നമ്മൾ ക്രോപ്സ് നമ്മൾ ഗ്യാദർ ചെയ്തെടുക്കുന്നു, അഭിമാനപ്പെടുന്നു. പ്രൈഡ് എന്ന് വെച്ചാൽ അഭിമാനമാണ്. പിന്നെ നമ്മൾ വി ഫീഡ് ദ വേൾഡ് വിത്ത് വാട്ട് വി ഗ്രോ, നമ്മൾ എന്താണോ ക്ലിപ്പിച്ചെടുത്തത് അതെല്ലാവർക്കും കഴിക്കാൻ കൊടുക്കുന്നില്ലേ? ഇതൊക്കെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇത്രയേ ഉള്ളൂ അത്. ഇനി ആക്ടിവിറ്റി 7 ലാസ്റ്റ് ആക്ടിവിറ്റിയാണ് പ്രോഗ്രാം നോട്ടീസ്. പ്രോഗ്രാം നടത്താൻ പോവുക, അതിൻ്റെ നോട്ടീസാണ്. ദ ഫാമേഴ്സ് ക്ലബ് ഓഫ് കനിക്കത്തൂർ ഗ്രാമപഞ്ചായത്ത് ഹാസ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ഫാമേഴ്സ് ഡേ ഓൺ ചിങ്ങം 1. മക്കളെ, കേരളത്തിൽ മലയാളത്തിൻ്റെ ചിങ്ങം 1 നമ്മുടെ കർഷക ദിനം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്നത്തെ ദിവസം ഫാർമറിൻ്റെ ക്ലബ്ബ് എന്ത് ചെയ്യുകയാണ്? കനിക്കത്തൂർ പഞ്ചായത്തിലെ ഫാർമറുടെ ക്ലബ്ബ് എന്ത് ചെയ്യുന്നു? ഫാമേഴ്സ് ഡേ ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഏത് ദിവസമാണ്? ചിങ്ങം 1. അവരെന്തൊക്കെ പരിപാടിയാണ് ചെയ്യുന്നത്, ആരൊക്കെയാണ് അതിൽ പങ്കെടുക്കുന്നത് ഒക്കെ ഇവരിവിടെ തന്നിട്ടുണ്ട്. കണ്ടോ, നോക്കൂ. ഫാമേഴ്സ് ക്ലബ്ബ് കനിക്കത്തൂർ ഗ്രാമപഞ്ചായത്ത് ഫാമേഴ്സ് ഡേ സെലിബ്രേഷൻ നോട്ടീസ്. ഡിയർ ഫ്രണ്ട്സ്, എന്താണ്? വി ഹാവ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ഫാമേഴ്സ് ഡേ ഓൺ ചിങ്ങം 1. ഉണ്ടാവും. ചിങ്ങം 1 ഫാർമേഴ്സ് ഡേ ആഘോഷിക്കാൻ നമ്മൾ തീരുമാനിച്ചു. ആസ് പാർട്ട് ഓഫ് ദി സെലിബ്രേഷൻ്റെ ഭാഗമായി വി വുഡ് ലൈക്ക് ടു ഓണർ മിസ്സസ് ജാനകി അമ്മ, ദ റെസിപ്പിയൻ്റ് ഓഫ് കർഷകശ്രീ അവാർഡ് 2024. നോക്കൂ, കർഷകശ്രീ അവാർഡ് നമ്മുടെ സർക്കാർ നൽകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ കർഷകശ്രീ റെസിപ്പിയൻ്റ് ആയിട്ടുള്ള ആരെ? ജാനകി അമ്മയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓണർ ചെയ്യുന്നു, ആദരിക്കുന്നു. ഇനി ഏതൊക്കെ ഡേറ്റാണ്, എന്നാണ്, സമയം എന്താണ്, എവിടെ വെച്ചാണ്, ഇത്രയും പറഞ്ഞു. പിന്നെ ഓൾ ആർ ഇൻവൈറ്റഡ്, നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് എന്ന് സെക്രട്ടറി പറയുന്നു. പിന്നെ സ്ഥലം, ആ ഒരു ഡേറ്റ്, ഇത്രയുമാണുള്ളത്. ഇനി പ്രോഗ്രാം, എന്തൊക്കെ പ്രോഗ്രാം ഉണ്ട്? വെൽക്കം സ്പീച്ച് ഉണ്ട്, പ്രസിഡൻഷ്യൽ അഡ്രസ്സ് ഉണ്ട്, ടോക്കൺ ഓഫ് ലവ് ടു മിസ്സസ് ജാനകി അമ്മ, ഫെലിസിറ്റേഷൻ, വോട്ട് ഓഫ് താങ്ക്സ്. ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ആദ്യം ഒരാൾ വിളിക്കും. നമ്മൾ സ്കൂളിലൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ? സ്വാഗത പ്രസംഗം ഒരാൾ പറയും, പിന്നെ ആശംസകൾ പറയും കുറച്ച് പേര് വന്നിട്ട്, കുറച്ച് പേരെന്താണ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന സംസാരമുണ്ട്, ലാസ്റ്റ് വോട്ട് ഓഫ് താങ്ക്സ്, നന്ദി പറയും. ഇതൊക്കെ ഉണ്ട്, അതൊക്കെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ, ദ ഫാമേഴ്സ് ക്ലബ്ബ് ഇൻ യോർ സ്കൂൾ, നിങ്ങളുടെ സ്കൂളിലെ ഫാമേഴ്സ് ക്ലബ്ബ് ഹാസ് ഡിസൈഡഡ് ടു സെലിബ്രേറ്റ് ദ ഹാർവസ്റ്റ് ഓഫ് വെജിറ്റബിൾസ് ഗ്രോൺ ഇൻ ദ വെജിറ്റബിൾ ഗാർഡൻ ഓഫ് ദ സ്കൂൾ. നിങ്ങളുടെ സ്കൂളിൻ്റെ വെജിറ്റബിൾ ഗാർഡനിൽ കുറേ എന്തൊക്കെയോ കൃഷി ചെയ്തതൊക്കെ നന്നായിട്ട് വിളവെടുപ്പിന് തയ്യാറായി നിൽക്കുന്നു. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് അത് ആഘോഷിക്കണം. അത് ഹാർവസ്റ്റ്, വിളവെടുപ്പ് നിങ്ങൾ ആഘോഷിക്കുകയാണ്. പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദ പ്രോഗ്രാം, ആ ഒരു പ്രോഗ്രാമിനാണ് നിങ്ങൾ നോട്ടീസ് തയ്യാറാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നോട്ടീസ്? ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ സെലിബ്രേഷൻസ്, വെജിറ്റബിൾ ഗാർഡൻ ഓഫ് ദി സ്കൂൾ അല്ലേ?
Dear students, we are excited to announce that. എന്താണ് അനൗൺസ് ചെയ്യുന്നത്? Our school will be celebrating the harvest of vegetables grown in our ഓൺ വെജിറ്റബിൾ ഗാർഡൻ. നമ്മുടെ തന്നെ വെജിറ്റബിൾ ഗാർഡനിൽ കൃഷി ചെയ്ത നമ്മുടെ വിളവുകളൊക്കെ വിളവെടുക്കാൻ പാകമായി അത് സെലിബ്രേറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ നിങ്ങളെ അറിയിക്കുകയാണ്. The special event will showcase the hard work and dedication put into maintaining the garden throughout the year. ഇതെന്താണ്? നമ്മളുടെ എല്ലാവരുടെയും ഹാർഡ് വർക്കും ഡെഡിക്കേഷനും അല്ലേ? ഇതുപോലെ ഈ ഒരു വർഷം ഇത്രയും കഷ്ടപ്പെട്ട് റെഡിയാക്കി എടുക്കാൻ നമ്മൾ കാണിച്ച ആ ഒരു ടെൻഷൻ, ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഡേറ്റ്, ടൈം, വെന്യൂ എവിടെ വെച്ചാണ്? സ്കൂൾ ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഗാർഡൻ. സ്കൂൾ ഓഡിറ്റോറിയം അല്ല, സ്കൂൾ ഗാർഡൻ ഏരിയ. ഇനി പ്രോഗ്രാം ആരാണ്? വെൽക്കം സ്പീച്ച്, സ്പെഷ്യൽ അഡ്രസ്സ്, ആരെങ്കിലും ഒരാൾ സ്പെഷ്യലായിട്ട് ഉണ്ടാകും അത്. പിന്നെ അൺവീലിംഗ് ദ ഹാർവസ്റ്റ് പ്രൊഡ്യൂസ് അല്ലേ? അതൊക്കെ ഇങ്ങനെ വിളവെടുക്കുന്നതൊക്കെ നമ്മളിങ്ങനെ മറച്ചൊക്കെ വയ്ക്കത്തില്ല, അതൊക്കെ ഇങ്ങനെ എല്ലാവരും മുമ്പിൽ കാണിക്കുന്നത്. പിന്നെ സ്റ്റുഡൻറ്റ് പ്രസൻറ്റേഷൻസ്, ആരാണ്? സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്. പിന്നെ വോട്ട് ഓഫ് താങ്ക്സ്, ഇതൊക്കെ പറഞ്ഞിട്ട് എന്താണ്? ഓൾ സ്റ്റുഡൻസ്, സ്റ്റാഫ് അല്ലെങ്കിൽ ഓൾ ആർ ഇൻവൈറ്റഡ്. ഇത്രയും പറഞ്ഞിട്ട് ഇതാരാണ് പറയുന്നത്? ഇപ്പോൾ നമ്മൾ സെക്രട്ടറി ആണെന്നൊക്കെ പറഞ്ഞില്ലേ? ഇപ്പോൾ ഇതിൽ ഏത് ക്ലബ്ബാണോ ആ ക്ലബിൻ്റെ പേര്, ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇവിടെ പറയാം. ഡേറ്റും കാര്യം, വെന്യൂ, ഇത്രയും പറയുമ്പോൾ ഇതങ്ങ് തീർന്നു. അപ്പോൾ ഇത്രയും ആയപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റിയും കഴിഞ്ഞു. ഇനി ഈ ചാപ്റ്ററിൽ ഒന്നും പെൻഡിങ് ഇല്ല. ഇനി ബാലൻസ് എന്തെങ്കിലുമൊക്കെ പാഠങ്ങൾ പെൻഡിങ് ഉണ്ടെങ്കിൽ ഒട്ടും വൈകത്തില്ല, അതെല്ലാം ഉടനെ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ മക്കളെ, നല്ല മിടുക്കരായിട്ട് പഠിക്കണേ. അടുത്ത ചാപ്റ്റർ ഒട്ടും വൈകാതെ ഇടും. ഇത് സ്വന്തമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കണേ. അതിന് ശേഷം മാത്രമേ നോട്ട്സ് ഇതിൽ നിന്നൊക്കെ എടുത്തെഴുതാവൂ. ഏത് ചാനലിൽ നിന്ന് എഴുതിയാലും ആദ്യം എൻ്റെ മക്കളൊന്ന് എഴുതാൻ നോക്കണം, അതിന് ശേഷം എഴുതണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. മിടുക്കരായിട്ട് പഠിക്കണം. ഓൾ ദി ബെസ്റ്റ്.